ഹായ് ഫ്രണ്ട്സ്, ആൽമോസ്റ്റ് പി സി ചാനലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ടർ ആക്ടിനെ പറ്റിയാണ്. പി എസ് സിയിൽ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഫാക്റ്റാണിത്. 1813, 1833, 1853 ഈ വർഷങ്ങളിലാണ് ചാർട്ടർ ആക്ട് നടത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 13, 33, 53 എന്ന് ഓർത്ത് വെക്കുക. എല്ലാം മൂന്നുകളുടെ കളിയാണല്ലേ. ഇപ്പം എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്? 13, 33, 53, 1800 എന്ന് ഓർത്ത് വെച്ചിട്ട് ഈ നമ്പർ ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചാർട്ടർ ആക്ട് 1813 എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗികമായ വാണിജ്യ കുത്തവകാശം അവസാനിപ്പിച്ച നിയമമാണ് എന്തെന്ന് പറയുന്നത് ഈ ചാർട്ടർ ആക്ട് 1813 അല്ലെങ്കിൽ 1813 1813 എന്ന് പറയുന്നത്. ഇനി ചാർട്ടർ ആക്ട് 1833 അതെന്താണെന്ന് നോക്കാം. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമമാണ് ഈ ചാർട്ടർ ആക്ട് 1833 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തവകാശം അവസാനിപ്പിച്ച നിയമം ഏതു വർഷത്തിലെയാണ്? 1813. ഇനി 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ഇനി അടുത്തത് ചാർട്ടർ ആക്ട് 1853. അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ നിയമമാണ് എന്തെന്ന് പറയുന്നത് ഈ ചാർട്ടർ ആക്ട് 1853 എന്ന് പറയുന്നത്. ഈ ചാർട്ടർ ആക്ട് പ്രകാരം നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് മെക്കാളെ കമ്മിറ്റി എന്ന് പറയുന്നത്. ഏതാണ്? മെക്കാളെ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാളെ കമ്മിറ്റി ചോദിക്കുന്നതാണ്. ഇതിനൊരു വിശേഷണം ഉണ്ട്. എങ്ങനെയാണ്? കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ സിവിൽ സർവീസ്. കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് മെക്കാളെ കമ്മിറ്റി അറിയപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ചാർട്ടർ ആക്ട്. ഒന്നുകൂടെ പറയുന്നു, 1800 എന്ന് ഓർത്ത് വെക്കുക, 13, 33, 53 ഈ സംഖ്യകളും ഓർത്ത് വെച്ച ഈ വർഷങ്ങൾ ഓർത്ത് വെക്കുക. ഓരോന്നിൻ്റെ ഉദ്ദേശം പട്ടിക തിരിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാനായിട്ട് ഓൾ ബട്ടണിൽ പ്രസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ.